സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ബുക്ക് ഡിപ്പോയിലും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും നടത്തിയ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തക വിതരണത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പുസ്തക അച്ചടി പൂർത്തീകരിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. അച്ചടി പൂർത്തീകരിക്കാൻ വൈകുമ്പോൾ അത് വിതരണത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പരിശോധിച്ചത് ആ കാര്യമാണ്. ഈ അധ്യയന വർഷം സുഗമമായി തുടങ്ങണമെങ്കിൽ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തണം. അപ്പോൾ അന്ന് അവിടെ നിന്ന് ബന്ധപ്പെട്ടവരെ 2-3 തവണ നമ്മൾ വിളിച്ചു ചേർത്തു. അതിലുണ്ടാക്കിയ ഒരു ധാരണ കൃത്യമായി ഈ 29-നകം എല്ലാ സ്കൂളുകളിലും, ഇത് 2-3 ഘട്ടമായിട്ടാണ് പുസ്തകങ്ങൾ എത്തുക, 29-നകം എല്ലായിടത്തും പുസ്തകം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചെക്കിംഗ് നടത്തിയാണ്, റാൻഡം ചെക്കിംഗ്. മലപ്പുറത്തെ ഈ ബുക്ക് ഡിപ്പോയിൽ നിന്ന് എങ്ങനെയാണ് പുസ്തകങ്ങൾ അവിടെ എത്രത്തോളം എത്തി, എത്ര അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയത്. സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കൈകളിൽ പുതിയ പുസ്തകം എത്തണം. ഇപ്പോൾ ആ കാര്യത്തിൽ സംതൃപ്തിയാണുള്ളത്. എന്നിരുന്നാലും കൃത്യമായ മോണിറ്ററിങ്ങോട് കൂടി അത് എത്തുമെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇത് പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം KPBS എറണാകുളത്ത് നിന്ന് 3.5 ലക്ഷം പുസ്തകമാണ് നമ്മുടെ കണക്ക് പ്രകാരം മൂവ് ചെയ്യേണ്ടത്. അത് ഇന്നലെ മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ പകുതിയൊക്കെ ഉള്ള ദിവസമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസവും ഇത്ര തന്നെ പോകണം, എന്നാലേ ഈ 30-ാം തീയതിക്കുള്ളിൽ ഇത് പൂർത്തിയാവുള്ളൂ. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിൽ എത്തേണ്ടതുണ്ട്. അച്ചടി വൈകുന്നത് വിതരണത്തെ ബാധിക്കാതിരിക്കുവാൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ ഇനി വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് വരാനുള്ളത്. മെയ് 30-ന് മുൻപ് ജില്ലയ്ക്ക് ആവശ്യമായ മുഴുവൻ പുസ്തകങ്ങളും എത്തിക്കുവാൻ കഴിയും. 3 ദിവസം മുൻപ് തന്നെ ആവശ്യമായതിന്റെ 80% പുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഫിറ്റ്നസ് പരിശോധനകൾക്കും പ്രവേശനോത്സവത്തിനുമുള്ള കൃത്യമായ ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ട്. പാങ് സ്കൂളിലെ അധ്യാപക നിയമനം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും സഹാധ്യാപകരുടെയും മാനസിക പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ മഞ്ഞളാംകുഴി അലി MLA-യുമായി ആലോചിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.